എന്നെ സഖാവേ എന്ന് എന്നെ പലപ്പോഴും ഫോൺ ചെയ്യുമ്പോഴൊക്കെ വിളിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു കല്ല് കയറ്റി വെച്ച് ഒരു അമ്പ് എൻ്റെ ഹൃദയത്തിൽ തറക്കുന്ന വേദനയോടുകൂടിയാണ് ഞാൻ എന്നെ സഖാവേ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. അതൊരു മോശം വാക്കായിട്ടല്ല, ഒരിക്കലും ഞാനത് ആ ഒരു സഖാവ് എന്നുള്ള ആ വാക്ക്, ഒരു സഹോദരൻ എന്നുള്ള വാക്ക്, പക്ഷെ അത് ആ ഒരു ട്യൂണോടുകൂടി കേൾക്കുമ്പോൾ എനിക്ക് വലിയ മനപ്രയാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് വിട്ട് CPM-മായി സഹകരിക്കാൻ തീരുമാനിച്ച റിയാസ് തച്ചമ്പാറ വീണ്ടും DCC ഓഫീസിൽ എത്തി. DCC പ്രസിഡന്റ് തങ്കപ്പനെ കണ്ടു. ഒരാഴ്ച കൊണ്ടാണ് ഈ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നു. CPM-ൻ്റെ ഓഫീസിൽ പോയി അവിടെ ഹാരമൊക്കെ അണിയിക്കുന്നു. വീണ്ടും DCC ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഒരു മാറ്റം? അത് ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരന് അങ്ങോട്ട് എത്താൻ പോകാൻ കഴിയില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ചുരുക്കം. യഥാർത്ഥ ഒരു കോൺഗ്രസ്സുകാരന് ഈ പ്രസ്ഥാനം വിട്ടിട്ട് ഇതൊന്നും കിട്ടണ്ട. പക്ഷെ ഒരു അവസാനത്തെ ആ മരണസമയത്ത് ആ ഒരു കോൺഗ്രസ്സുകാരനാണ് ശരീരത്തിൽ എൻ്റെ ബോഡിയിൽ ഒരു കോൺഗ്രസിൻ്റെ ചർക്ക പുതച്ച് മരിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമാണ് എന്നെ ഈ ഒരു 6 ദിവസം വലിയ പ്രയാസത്തിലായിരുന്നു. അത് പ്രയാസം മനസ്സിലാകണമെങ്കിൽ നമ്മുടെ വീടും സ്ഥലമൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വിറ്റ് വേറെ സ്ഥലത്തേക്ക് പോയി പുതിയതായി താമസം തുടങ്ങിയ നമ്മുടെ ആ ടൗണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഫീലാണ് എനിക്ക് ഈ 6 ദിവസം ഉണ്ടായത്. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നു, ഒരു മനുഷ്യന്, ആരോഗ്യമുള്ള ഒരു മനുഷ്യന് മരണകാരണം സംഭവിക്കാൻ 2 കാരണങ്ങളാണ്. ഒന്ന് ബോഡി ഇൻബാലൻസും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനും. ഇതിൽ ഈ ഹൈപ്പർ ടെൻഷൻ ബാധിച്ച് ഞാൻ മരണപ്പെടുമെന്ന് എനിക്ക് സത്യത്തിൽ ഈ ഒരു കാരണം കൊണ്ട് ഒരിക്കലും കോൺഗ്രസ്ക്ക് തിരിച്ചു വരാതെ എനിക്കൊരിക്കലും എൻ്റെ ജീവിതവും ജീവിത ശൈലിയും കൊണ്ടു നടക്കാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ആ തീരുമാനമെടുത്ത്. ആ തീരുമാനത്തിന് ഞാൻ എൻ്റെ DC പ്രസിഡന്റിനെ വിളിച്ചപ്പോൾ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു അച്ഛൻ മകനോട് ക്ഷമിച്ച മാതിരി അത്രത്തോളം വാത്സല്യത്തോടു കൂടിയാണ് DCC പ്രസിഡന്റ് എന്നോട് തിരിച്ച് പെരുമാറിയത്. അതിലിപ്പോൾ ഈ താങ്കളെ പരാതി ലഭിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നടപടിയെടുക്കുന്നു. അപ്പോൾ പിന്നീട് ഒരു പൊതുപ്രവർത്തകനായി ഇത്രയും കാലം നിന്ന് മറ്റൊരു ആശ്രയമില്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കണം എന്നുള്ളത് കൊണ്ടാണോ CPM-ആയിട്ട് സഹകരിച്ചത്? അതെ, ഞാൻ ആ ഒരു സമയത്ത് ഈ പൊതുപ്രവർത്തന രംഗത്ത്, ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, എല്ലാതും പാളയത്തിൻ്റെ ഉള്ളിൽ തന്നെ പടപ്പുറപ്പാടുണ്ടാകുന്ന കോൺഗ്രസ് പാർട്ടിയായാലും ശരി, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും ശരി, ഇതിൻ്റെ ഉള്ളിൽ നിന്നും പ്രവർത്തിക്കുന്ന ആളുകളെ ഉള്ളിൽ നിന്നും ഉപദ്രവിക്കുന്ന ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അവരോടുള്ള ഒരു വൈരാഗ്യം എനിക്ക് മാനസികമായി തോന്നിയതിന് എനിക്കത് തിരിച്ച് കാണിച്ചു കൊടുക്കണം എന്ന് തോന്നിയാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിയിലൊക്കെ എത്തിയത്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം, ഒരു കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക്, എൻ്റെ മകൻ എന്നോട് പറഞ്ഞത്, എൻ്റെ മകൻ KSUവിൻ്റെ ചെറുപ്പം ഓർമ്മ വച്ച കാലത്ത് ഞാൻ അവൻ്റെ കയ്യിൽ, അവൻ ഡ്രസ്സ് ഇട്ട് നടക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ കയ്യിൽ ഞാൻ കൊടുത്ത കോൺഗ്രസിൻ്റെ പതാക, അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞത്, വാപ്പ, എൻ്റെ മകളും പറഞ്ഞത്, വാപ്പിച്ചി ഞങ്ങൾ KSU വിട്ട് ഒരിക്കലും വരില്ല, വാപ്പിച്ചി ഇങ്ങനെ തീരുമാനം എടുക്കരുത്, ശരിയായില്ല. ഞങ്ങൾക്ക് എൻ്റെ വീട്ടിനുള്ളിൽ തന്നെ, എൻ്റെ ഉമ്മയായാലും ശരി, എൻ്റെ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്, ഞങ്ങളൊരു കോൺഗ്രസ് ഫാമിലിയാണ്, കോൺഗ്രസ് കുടുംബമാണ്. ഒരിക്കലും ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരന് ഇതിന്ന് വിട്ടു വരാൻ കഴിയില്ല. CPM-മായി സഹകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ സഖാവേ എന്നാണ് അഭിസംബോധന ചെയ്യുക. അപ്പോൾ സഖാവേ എന്നാരെയും വിളിച്ചിരുന്നോ? എന്നെ സഖാവേ എന്ന് എന്നെ പലപ്പോഴും ഫോൺ ചെയ്യുമ്പോഴൊക്കെ വിളിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു കല്ല് കയറ്റി വെച്ച് ഒരു അമ്പ് എൻ്റെ ഹൃദയത്തിൽ തറക്കുന്ന വേദനയോടുകൂടിയാണ് ഞാൻ എന്നെ സഖാവേ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. അതൊരു മോശം വാക്കായിട്ടല്ല, ഒരിക്കലും ഞാനത് ആ ഒരു സഖാവ് എന്നുള്ള ആ വാക്ക്, ഒരു സഹോദരൻ എന്നുള്ള വാക്ക്, പക്ഷെ അത് ആ ഒരു ട്യൂണോടുകൂടി കേൾക്കുമ്പോൾ എനിക്ക് വലിയ മനപ്രയാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ CPM-ൽ പോയി അവർ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ തരുമോ ഇല്ലെങ്കിൽ ചെയ്തിരുന്നോ? എന്നെ CPM-ൽ എന്നെ പോലത്തെ ഒരു സജീവ പ്രവർത്തകൻ പോകുമ്പോൾ വലിയ തോതിൽ എനിക്ക് സ്ഥാനമാനങ്ങളൊക്കെ, എനിക്ക് ഓഫറുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് അവിടുത്തെ ഇപ്പോൾ നിലവിലെ മണ്ഡലം പ്രസിഡന്റ്, യൂത്ത് സെക്രട്ടറി ആയിരുന്ന ഒരാൾ, നിങ്ങൾക്കും അറിയാം, ഞാൻ തച്ചമ്പാറയിൽ എൻ്റെ പൊതുപ്രവർത്തനം വളരെ സുതാര്യമായിട്ട് ആളുകളുടെ ഇടയിൽ ഞാൻ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ പെരുമാറിയിട്ടുള്ളൂ. ഒരിക്കലും ഞാൻ എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് ഒരു കറ വീഴ്ത്താതെ രൂപത്തിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോയതാണ്. ചില
ആളുകൾ കരുതിക്കൂട്ടി DCCയെയും അതുപോലെ തന്നെ തങ്കപ്പേട്ടനെ ഉൾപ്പെടെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പേരിൽ. കാരണം വെച്ചാൽ നിങ്ങൾക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരാതികളൊക്കെ നിങ്ങൾക്കറിയാം. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എൻ്റെ ഫേസ്ബുക്ക് പേജ് എടുത്താൽ അറിയാം. പാലക്കാട് ജില്ലയിൽ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഉൾപ്പെടെ, കാരണം വെച്ചാൽ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളെ സംരക്ഷിക്കണം. കോൺഗ്രസ്സുകാരനായ ഒരാളെ, ഇത്രയും ചുരുറുപ്പുള്ള ഒരു ചെറുപ്പക്കാരനെ, ഷാഫിയെ പോലുള്ള ആളുകളെയൊക്കെ സംരക്ഷിക്കണമെന്ന്. ഇപ്പോൾ ഈ DCC പ്രസിഡന്റിനെതിരെ താങ്കൾ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് അങ്ങനെ ഉന്നയിച്ചത് ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ? അത് CPMൻ്റെ ഒക്കെ നിർദ്ദേശപ്രകാരമാണോ? അല്ല, ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ പല ഒരു മാനസികമായിട്ട് ഞാനത് ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരവസ്ഥ വരുമ്പോൾ, കാരണം വെച്ചാൽ അതിൽ ഇടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഉള്ളിലുള്ള ആളുകൾ എന്നെ പല വഴിക്കും അതിന് ഉപയോഗിക്കുകയാണ്. കാരണം വെച്ചാൽ കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ആളുകൾ അത് ഉണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് അങ്ങനെ അത്രത്തോളം ഇനി ഒരു ആ പ്രയാസത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ്. ഞാനത് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഞാൻ മാപ്പ് പറഞ്ഞു. അദ്ദേഹം എനിക്ക് മാപ്പ് തന്നിട്ടുണ്ട്. ഇപ്പോഴും താങ്കൾ ഈ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിലില്ല, മണ്ഡലം പ്രസിഡൻ്റായിരുന്ന വ്യക്തിയാണ്. ഇനി കാത്തിരിക്കുകയാണ് തിരിച്ചെടുക്കുന്നുള്ളതിൽ. അല്ല, അത് എന്നെ പാർട്ടിയിലേക്ക് ആ പാർട്ടി ഓഫീസിൻ്റെ ഉള്ളിൽ കയറ്റിയ ഉടനെ തന്നെ ഞാനൊരു കോൺഗ്രസ്സുകാരനായി. പിന്നെ അതിലൊരു അംഗത്വം അത് തരുന്ന ഒരു സാങ്കേതികത്വം മാത്രമേ ഉള്ളൂ. അത് DCC പ്രസിഡന്റ് ഉചിതമായ തീരുമാന സമയത്തെടുത്തോളും. എന്നെ DCC ഓഫീസിൻ്റെ ഉള്ളിൽ കയറ്റി കഴിഞ്ഞാൽ ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് അത് ജനങ്ങളുടെ മുമ്പിൽ DCC പ്രസിഡന്റ് തന്നെ പറയാതെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ CPMൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് താങ്കളെ ഷാളൊക്കെ അണിയിച്ച് സ്വീകരിച്ചിരുന്നത്. അവരോട് പറഞ്ഞോ ഇനി CPMമായിട്ട് സഹകരിക്കുന്നില്ല, കോൺഗ്രസിലേക്ക് പോവുകയാണെന്ന്? അല്ല, അവർ നിരന്തരം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയതിലൊക്കെ എനിക്ക് വലിയ തോതിലുള്ള മനപ്രയാസമുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ, എല്ലാവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരിക്കലും എനിക്കൊരു CPMകാരനോ അല്ലെങ്കിൽ CPMനോട് യോജിച്ച് പ്രവർത്തിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഞാൻ അവരെന്നെ ഫോൺ ചെയ്യുമ്പോൾ പറഞ്ഞ എൻ്റെ വലിയ മനപ്രയാസത്തിലാണ്, എനിക്ക് റിക്കവർ ചെയ്ത് തരാൻ ഒരുപാട് സമയമെടുക്കും. പക്ഷേ അതൊന്നും എനിക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് കുറേ ദിവസങ്ങളിലേക്ക് പോകാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ പറഞ്ഞാൽ ഈ ഒരു തിങ്കളാഴ്ച അതൊരു യഥാർത്ഥ കോൺഗ്രസ്സുകാരനായി ജനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വികാരം ആ വികാരം കൊണ്ട് മാത്രം ഞാൻ തിരിച്ചു വന്ന ആളാണ്. എനിക്ക് കോൺഗ്രസ്സിൽ നിന്ന് ഇനി വലിയ പോസ്റ്റുകളെടുത്ത് തിരിച്ച് മണ്ഡലം പ്രസിഡന്റ് ആയി ഞാൻ തിരിച്ചു വരണമെന്നോ അത് തിരിച്ചു വേണമെന്നോ ചോദിച്ചിട്ടല്ല കോൺഗ്രസ് പാർട്ടിയിൽ ഞാൻ തങ്കപ്പേട്ടനെ വിളിച്ചത്. കോൺഗ്രസ്സുകാരനായി മരിക്കുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരനായി തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ സജീവമായി ഉണ്ടാവും സജീവമായിട്ട്. കാരണം വെച്ചാൽ എൻ്റെ അവിടെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന പ്രവർത്തകരുണ്ട്. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എന്നെ സ്നേഹിക്കുന്ന കോൺഗ്രസ്സുകാർ തച്ചമ്പാറ ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞാൻ അവരോടാണ് എനിക്ക് ഏറ്റവും ക്ഷമ ചോദിക്കേണ്ട. ആ പോയിൽ ഈ 2 സ്ത്രീകൾ താങ്കൾക്കെതിരെ പരാതി പറയുകയും അത് കേസൊക്കെ നിലനിൽക്കുന്നുണ്ട്, അതിനെ എങ്ങനെയാണ് നേരിടുക? അതിലിപ്പോൾ ഞാൻ നിലവിൽ ആ സ്ത്രീ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് അതിലെ സത്യാവസ്ഥ മുഴുവൻ വിളിച്ചു പറഞ്ഞത് ഞാൻ എൻ്റെ കൂടെ പഠിച്ചതാണ്, സത്യമാണ്, ഞാൻ നല്ലൊരു സുഹൃത്തായിരുന്നു പറഞ്ഞു. അതും വളരെയധികം സത്യമാണ്. പക്ഷേ അതിൽ അവർ ചെയ്യാത്തയും പറയാത്ത 2-3 കേസിന് ബലമുണ്ടാകുന്ന രൂപത്തിൽ ഞാൻ കയ്യിൽ പിടിച്ച് തടുത്ത് നിർത്തി ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് FIRൽ ഒരിക്കലും ഞാൻ തടുത്ത് നിർത്തി കയ്യിൽ പിടിച്ചൊന്നുമില്ല, തടുത്ത് നിർത്തി ഭീഷണിപ്പെടുത്തി എന്നാണ്. അങ്ങനെ ഏത് സ്ത്രീക്ക് വേണമെങ്കിലും ഒരു പരാതി ഒരാളെ പേരിൽ കൊടുക്കാം. അത് FIR ഇടാൻ നിരന്തരം സമ്മർദ്ദം മൂലം, പോലീസിനോടുള്ള സമ്മർദ്ദം മൂലം ഒരു മണ്ഡലം പ്രസിഡന്റിനെതിരെ ഇങ്ങനൊരു ആരോപണം വരുമ്പോൾ അതിലും പല ആളുകൾ പുറത്ത് നിന്നിട്ടും ഉള്ളിലും അകത്തും പുറത്തും നിന്നിട്ട് അതിന് സമ്മർദ്ദം കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ അത് FIRൽ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കി അന്വേഷിച്ച് കോടതിയിൽ വന്ന് കോടതിയിൽ നിന്ന് അതിൻ്റെ സത്യം തെളിയിച്ച് ഞാൻ മുന്നോട്ട് പോകും. ഈ പത്രസമ്മേളനത്തിൽ ഞാൻ ചെയ്യാത്ത എന്നെ FIRൽ പറയാത്ത 2-3 കാരണങ്ങളാൽ എൻ്റെ പേരിൽ പത്രമാധ്യമങ്ങളിലൂടെ എന്നെ അപകീർത്തിപ്പെടുത്തുകയും എന്നെ നാണം കെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ആ സ്ത്രീക്ക് ഞാൻ രേഖാമൂലം എൻ്റെ വക്കീലിനെ വെച്ച് ഞാനത് ഒരു നോട്ടീസായിട്ട് അവർക്ക് ഞാൻ അയക്കും. എന്തായാലും ഒരാഴ്ച കൊണ്ടാണ് ഈ കോൺഗ്രസ് വിട്ട് റിയാസ് വീണ്ടും കോൺഗ്രസിൽ എത്തിയിരിക്കുന്നത്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സജീവമാകുമെന്നാണ് റിയാസ് പറയുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.